ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കൂർക്കയുടെയൊക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂർക്ക സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കൂർക്ക മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. കൂർക്ക മെഴുക്ക് വരട്ടി അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാമാന്യം വലിപ്പമുള്ള കൂർക്കയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കൂർക്കയൊക്കെ ആണെങ്കിൽ നമ്മൾ ചാക്കിലൊക്കെ കെട്ടി ഇങ്ങനെ അടിച്ചിട്ടൊക്കെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. ഇത് വലുതായതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ പീലർ വെച്ചിട്ടാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. ഇതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കത്തി കൊണ്ടും ക്ലീനാക്കി എടുക്കാൻ പറ്റും. തോല് കളഞ്ഞെടുത്ത കൂർക്കയൊക്കെ നമുക്ക് ഇതുപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ ഓരോ കൂർക്കയും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. വലിയ വലിയ കൂർക്ക ആയതുകൊണ്ട് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തൊലി കളഞ്ഞ കൂർക്ക നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കാം. കൂർക്ക ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 ചെറുതായി അരിഞ്ഞെടുത്തതും 2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്ത് വയ്ക്കാം. നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയും. നല്ല ഒരു മണം വരും നമുക്കിപ്പോൾ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടാൻ്റെ പോലെ ആവശ്യമില്ല, ഇത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കൂർക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ മെഴുക്ക് വരട്ടി തയ്യാറാക്കി നോക്കൂ. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്